വെള്ളം എവിടെ, കുടിവെള്ളം എവിടെ? പറയൂ പറയൂ പ്രസിഡന്റ്. സരളാദേവി പ്രസിഡന്റ് രാജിവെക്കൂ, പുറത്തു പോകൂ. കുന്നുംപുറം ഭാഗത്തെ കുടിവെള്ള പ്രശ്നം ഉടൻ പരിഹരിക്കുക. നിങ്ങളെ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി തൊണ്ട കീറി മുദ്രാവാക്യം വിളിച്ചോണ്ടോ എന്നെ ഹരാമം ചെയ്തുകൊണ്ടോ ഈ കുടിവെള്ളത്തിന്റെ പേരിൽ ഞാൻ രാജിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്റെ ഭർത്താവിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടിയിൽ നിന്നും പുറത്താക്കി പോലെ എന്നെ പുറത്താക്കാൻ ഇവിടെ ആരും കരുതിയാൻ വേണ്ട. പ്രസിഡന്റുമായിട്ട് തർക്കത്തിന് വന്നല്ല ഞങ്ങൾ. കുന്നുംപുറത്തുള്ളത് കൂടുതലും നമ്മുടെ പാർട്ടിക്കാരാ, അത് മറക്കണ്ട. അവിടെ വെള്ളം എത്തിക്കാൻ പഞ്ചായത്തിന് സാധിക്കുമോ ഇല്ലയോ അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്റെ ദിവാകരേട്ടാ, ഇന്നത്തെ പഞ്ചായത്ത് മീറ്റിംഗിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടിരിക്കും. കബഡി മത്സരത്തിന്റെ ചർച്ചയൊക്കെ കഴിഞ്ഞ് കുടിവെള്ളത്തിന്റെ കാര്യം ചർച്ച ചെയ്യാൻ സമയം കിട്ടുമോ പ്രസിഡന്റ്? അതെ, കബഡി മത്സരത്തിന് തന്നെയാ പ്രാധാന്യം. ഞാൻ പ്രസിഡന്റ് ആയ ശേഷമുള്ള ആദ്യത്തെ മത്സരമാണ്. അത് ഗംഭീരമാക്കേണ്ടത് എന്റെ കൂടെ ആവശ്യമാണ്. ഈ മത്സരം കണ്ട് ഈ നാടും നാട്ടുകാരും ഒന്ന് ഞെട്ടണം. പുല്ലാണ് പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. പോലീസ് ഞങ്ങൾക്ക് പുൽ. അനാവശ്യം പറഞ്ഞ അർജുന്റെ കാരണം ഞാൻ പഠിക്കും. മാറിക്കണം. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ പ്രസിഡന്റ് പോലീസ് 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 ഞങ്ങൾക്ക് പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, പുല്ലാണ് പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, പുല്ലാണ്, പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്, പുല്ലാണ് പുല്ലാണ്. മാറിക്കേ. ഈ പഞ്ചായത്ത് കെട്ടിടത്തിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. എവിടെ പോയി? നീ എന്താ എണ്ണ ചൂടാക്കിയില്ലേ? നല്ല ചൂടുണ്ടെണ്ണ. അണ്ണന് നല്ല തൊലിക്കെട്ടി, അതുകൊണ്ടാ അറിയാത്തത്. തൊലിക്കെട്ടി നിന്റെ അച്ഛന്. അമ്മയ്യ ഇവിടെ തന്നെ ഉണ്ട്. വേറെ എവിടെ പോവാൻ? കൊടുക്കാം. ഹലോ, എന്റെ ഫോണോ? അത് ഇവിടെ എവിടെയെങ്കിലും കാണും. എന്റെ അമ്മയെ ഞാൻ കുറച്ച് കഴിഞ്ഞ് എത്തിക്കൊള്ളാം. ഓക്കെ. അതെ, അമ്മായി പേടി കൊണ്ടാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുന്നത്. വല്ല പ്രശ്നവും ഉണ്ടായാലോ? ഇത്തവണെങ്കിലും നമ്മളുടെ ടീം ജയിക്കുവണ്ണ. മതി നിന്റെ തിരുമല്. ജയിക്കുവോന്നോ? എന്താ സംശയം? ഇത്തവണ വിജയന്റെ കളി നീ കണ്ടോ? നോക്കടാ, നോക്ക്, ശരിക്കും നോക്കടാ. കണ്ടോ? ദേ വരുന്നണ്ണ. അതേടാ, വരും. ഇതിന്റെ പേരാണ് മസിൽ. മസിലല്ലണ്ണ, ജീപ്പ്. ജീപ്പ്. ജയിച്ചടാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുത്തോണ്ട് പോരുന്നു. രാവിലെ 8 മണിക്ക് വീട്ടിലെത്തണ്ട. അമ്മയാണെങ്കിൽ വിളിയോടെ വിളി. ഇനി എന്നോട് ചോദിക്കാതെ വണ്ടി എടുത്തോണ്ട് പോയി ഇടിച്ചിന്റെ കൊരവളെ ഞാൻ തെറ്റിക്കും. റാസ്കൽ. എനിക്കിത് വേണോടാ. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ അഭിമാനം രക്ഷിക്കാൻ പോയി എനിക്ക് ഇത് തന്നെ വേണോടാ. എന്തൊക്കെയായാലും നമ്മൾ ഏറ്റുവാങ്ങേണ്ടിരുന്ന കബഡി മത്സരത്തിന്റെ തോൽവി ഒരാഴ്ചത്തെ കൂടി നീട്ടി വെച്ചെന്ന എനിക്ക് ഇത് തന്നെ വേണോടാ. ഗുഡ് ബൈ. മത്സരം മാറ്റി വെച്ചെന്നോ? ബിജു നിന്നെ. സോറി, ഇതാ നിന്റെ വണ്ടിയുടെ കീ. അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. എന്റെ കയ്യിൽ നിന്നാലും നിന്റെ കയ്യിൽ നിന്നാലും ഒരുപോലല്ലേ? നീ മത്സരം എങ്ങനെ മാറ്റി വെപ്പിച്ചെന്ന് പറ. മത്സരം മാറ്റി വെക്കാനും തല്ലുകൊള്ളാനും ഞാൻ. നീ പിണങ്ങാതെ ബിജു. അത് ഞാൻ അപ്പോഴേ ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലേ? നീ കാര്യം പറ. പഞ്ചായത്തിൽ ഇന്ന് മീറ്റിംഗ് നടന്നാലല്ലേ 5-ാം തീയതി മത്സരം നടക്കൂ. അതെ, ഇന്ന് മീറ്റിംഗ് നടക്കില്ല. പഞ്ചായത്തിൽ ഞാൻ ബോംബ് വെച്ചു. നീയോ? എന്നാ ഞാൻ ബോംബ് വെച്ചാ പൊട്ടൂലേ? കിട്ടാത്ത ബോംബിന് വേണ്ടി കാക്കിപ്പടയും പട്ടികളും പഞ്ചായത്തിൽ തലങ്ങും വിലകും കിടന്നോടുകയാണ്. നീ കഥാപ്രസംഗം പറയാതെ കാര്യം തുറന്നു പറ. പഞ്ചായത്തിൽ ഞാൻ ബോംബ് വെച്ചെന്ന് സർക്കിളിനെ വിളിച്ചു പറഞ്ഞു. പിന്നെ അങ്ങനെ മീറ്റിംഗ് നടക്കും. നിനക്ക് എന്നോടുള്ള സ്നേഹം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നീ എന്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ടടാ. എണ്ണ 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 എണ്ണ. പോലീസാണെന്ന് തോന്നുന്നു. പോലീസ് തന്നെ. ഇവരെന്താ ഇവിടെ? മിസ്റ്റർ വിജയൻ ഇവിടെ ഇല്ല. ഇതാ അണ്ണൻ. എന്താ സാർ പ്രശ്നം? 99470300. നിങ്ങളുടെ നമ്പറാണോ? അതെ സാർ. ഈ നമ്പറിൽ നിന്ന് ഇന്ന് രാവിലെ സിഐക്ക് പഞ്ചായത്ത് ഓഫീസിൽ ബോംബ് വെച്ചെന്നൊരു കോൾ വന്നിരുന്നു. മിസ്റ്റർ വിജയൻ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. അതിന് 2 ദിവസമായിട്ട് എന്റെ ഫോൺ മിസ്സിംഗ് ആണ് സാർ. അതെ അതെ, അണ്ണന്റെ ഫോൺ അവിടെ മിസ്സാകാനാ. വിളിച്ചു നോക്കാം. മാത്രമല്ല ഞാൻ SI ടെസ്റ്റ് കഴിഞ്ഞ് ചാർജ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഈ സ്റ്റേഷനിൽ തന്നെ ആയിരിക്കും. അണ്ണന്റെ ഫോൺ. അതേ ഹിന്ദി പാട്ട്. എനിക്ക് ഇവനെ കുറെ നാളായിട്ട് സംശയം ഉണ്ടായിരുന്നു. കുറെ അണ്ണന്റെ ഫോൺ ഇതെങ്ങനെ എന്റെ പോക്കറ്റിൽ വന്നു? വെച്ചോ. നീ വെച്ചോ. ഞാൻ വെച്ചാലും നീ വെച്ചോ. അധികം വെളച്ചെടുക്കാൻ വണ്ടി കയറോ. ഞാനൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് അവിടെ ചെന്നാ ഇതിന്റെ ആവശ്യം വരില്ല. കേരള വണ്ടിയെ ഇന്ന് ജാമ്യം കിട്ടുവോ? കിട്ടിയില്ലേ? കഴിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഒരു വണ്ടി എടുത്ത് ഇറങ്ങിക്കോ. കുറച്ച് രൂപയും കൈവച്ചോ. ബോംബ് വാങ്ങാം.
ഈ അമ്മയടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു, ആ ചെറ്റ ബിജു ഒപ്പിച്ച പണിയല്ലേ? അതേതാ അവൻ ഒറ്റ എടുത്തിനെ നിന്നെ കൊണ്ട് നടന്ന് വഷളാക്കുന്നു. ആ എത്തിയല്ലോ. ബിജുമോന് സുഖം തന്നെയല്ലേ? പിന്നെ പരമാനന്ദ സുഖം. ഇന്നെന്താ പരിപാടി? അങ്ങനെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. എന്നാലേ അവരുടെ ബോംബ് വാങ്ങി ഇറങ്ങിക്കോ. ബോംബ് വെച്ച കാര്യം അമ്മ അറിഞ്ഞു അല്ലേ? പിന്നെ കബഡി മത്സരം 5-ാം തീയതി നടക്കുന്നു ഉറപ്പായി. ഇതറിഞ്ഞത് മുതൽ മാധവൻകുട്ടി ഫുൾ ടൈം വെള്ളത്തിലാ. അതിപ്പോ നമ്മളും വെള്ളത്തിലല്ലയോ? അച്ഛേ, ആ വെള്ളത്തിന്റെ കാര്യമല്ല, അവൻ നമ്മളെ തോപ്പിക്കാൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് സാധകം ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കബഡിക്ക് വെള്ളത്തിൽ സാധകം? കബഡി 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 രമേശ ശകലം കൂടി കബഡി 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 കബഡി. ആ നമസ്കാരം ഇരിക്കും. ആ കബഡി തല മിങ്ങോട്ട് പോയാ. കബഡി 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 കബഡി. നീ അടിച്ച കണക്കല്ല ഞാൻ ചോദിച്ചേ, ഞാൻ മുങ്ങിട്ട് എത്ര നേരമായി? 3 മിനിറ്റും 13 സെക്കൻഡും. ഈശ്വര, ഇത് റെക്കോർഡാണ്. 3 കഴിച്ചിട്ട് പോരെ, കുപ്പിയാണെങ്കിൽ തീരാറുമായി. മനുഷ്യനിവിടെ എരുതിയിൽ നിൽക്കുമ്പോഴാ നിന്റെ ഒരു ഊണ്, അച്ഛന്റെ പേരിലുള്ള ട്രോഫി ഈ വർഷം വീട്ടിലെത്തിക്കാതെ എനിക്കിനി വിശ്രമില്ല. അവന്റെ തോൽവി അതുമാത്രമാണ് എന്റെ ലക്ഷ്യം. അച്ഛന്റെ വീറും വാശി മുഴുവനും നിനക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ഈ മത്സരത്തോടെ വിജയന് മനസ്സിലാകും. മാത്രമല്ല, നാളെ ഈ ഗ്രാമത്തിൽ SI ആയിട്ട് വരേണ്ട ആളാടാ നീ. നിന്റെ ഉശിരി നാട്ടുകാർ മുഴുവനും ഒന്ന് കാണട്ടാ. നീ മുങ്ങ് മുങ്ങ്, ഇനി പൊങ്ങേ വേണ്ട. ഒഴിക്കട ബഷീർ ഒരു 1.5. അതിങ്ങോട്ടേ, നിന്റെ അണ്ണാക്കിൽ ഒഴിക്കുന്ന കാര്യമല്ല. അതിലോട്ടല്ലേ പകയം വെള്ളം ഒഴിക്കാതെ പോയി. വെള്ളം അവൻ താഴെ പോയി മിക്സ് ചെയ്തോളൂ എന്ന് വെക്കാം. പക്ഷെ ഒന്നും തൊട്ട് വെക്കില്ലല്ലോ. തൊട്ട് നിൽക്കാൻ ഐഡിയ ഉണ്ട്. ഇപ്പൊ കൊടുക്കാം. ഹലോ മീനെ, ഈ മുട്ട കൊത്തരുതേ, ഇത് അവനുള്ള മുട്ടയാ. തിന്നാടാ. പിടി വീണ് തിന്നാ. എന്റെ മുട്ട അവന് കിട്ടി. വേറൊരുണ്ട തിരിച്ചു വരുന്നു. ഇവന് കൊളസ്ട്രോൾ ഉണ്ടല്ലേ? ദാണ്ട മഞ്ഞക്കറി തിന്നില്ല. പക്ഷെ എനിക്ക് കൊളസ്ട്രോൾ ഇല്ല. ഓ, ഇക്കുറിയും കപ്പ് മാധവൻകുട്ടി തന്നെ എടുക്കുവോ? അല്ല, അമ്മ രണ്ടാണേലും അച്ഛൻ ഒന്നാണല്ലോ. വിജയനും കാണുമല്ലോ വാശി. എന്തൊക്കെ പറഞ്ഞാലും മാധവൻകുട്ടി തന്നെ ഉശിരൻ. മുങ്ങിയിട്ട് ഇതുവരെ പൊങ്ങിട്ടില്ല. ഇതൊക്കെ എന്തോന്ന് പൊങ്ങല്? എന്റെ ബാപ്പ ഇതുപോലെ മുങ്ങിയിട്ട് 3.5 മണിക്കൂർ കഴിഞ്ഞാണ് പൊങ്ങിയത്. വെറുതെ പൊങ്ങിയതല്ല, ചത്ത് പെരുവി പൊങ്ങിയെന്ന് പറ. അങ്ങനെയും ചില എടപ്പാളികൾ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തായാലും കവറടക്കം കഴിഞ്ഞല്ലോ. അതിനു വേണ്ടി ഒന്നും കിട്ടിയില്ലെന്നേ, പലതും മീൻ കൊത്തിക്കൊണ്ടുപോയി. മീൻ അങ്ങനെ തന്നെ വേണം. മാധവൻകുട്ടി ചേട്ടാ ഇവിടെ വെള്ളത്തിലുണ്ട്. ചേട്ടന്റെ അമ്മ ഹോസ്പിറ്റലിലാ. ഓഹോ, വട പോയി പറഞ്ഞു പോരാ. മാധവൻകുട്ടിയെ എടോ എങ്ങോട്ടാ? അകത്തേക്ക് 4 മണി കഴിയാതെ വിസിറ്റേഴ്സിന് അനുവദിക്കില്ല. അല്ലെങ്കിൽ പാസ് വേണം. പാസോ? എനിക്ക് ഈ ആശുപത്രി കയറാൻ പാസോ? തനിക്കെന്താ പ്രത്യേകത? എനിക്കെന്താ പ്രത്യേകതയെന്നോ? അത് ശരി. നമസ്കാരം സാറേ. ഞാൻ ആരാണെന്ന് ഇയാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. വരുത്തനാ വരുത്തൻ. എനിക്കിതിനകത്ത് കയറാൻ പാസ് വേണോ? 4 മണിക്ക് മുമ്പ് ഇതിനകത്ത് കയറാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വേണ്ടി വന്ന 2 ദിവസം ഞാനിവിടെ താമസിക്കുകയും ചെയ്യും. ചിത്രാംഗന സാറിന് അറിയില്ലേ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടറാ. വീട്ടിൽ ചിത്രാംഗതൻ ആരാണെന്ന് അവനൊന്ന് മനസ്സിലാക്കട്ടെ. വരുത്തന ഇവിടത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പഞ്ചായത്ത് മൊത്തം കട്ടുമുടിച്ച് അവസാനം പഞ്ചായത്തൂടെ വിൽക്കുന്നായപ്പം നാട്ടുകാർ പിടിച്ച് പുറത്താക്കി. ആ ഭാര്യ പ്രസിഡന്റ്, അതും കണക്കാ. ഇത്രയും വൃത്തികെട്ടവനെ ഈ പഞ്ചായത്തിൽ കാണാൻ കിട്ടൂല. പരമ തെണ്ടി. ഈ വാച്ച്മാനെ മാറ്റിയെങ്കിലേ പറ്റുള്ളൂ. എന്നാലും സാറേ 2 ദിവസം ഇവിടെ കാണുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതാടാ പടവീട്ടിൽ ചിത്രാംഗതൻ പള്ളിയുടെ